ഇനി അല്പനേരം തിരുവനന്തപുരത്തെ ധനുവച്ചപുരം IHRD കോളേജിലേക്കൊന്ന് പോകാം. അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച നിർമ്മിത ബുദ്ധിയുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും വിസ്മയ കാഴ്ചകളാണ്. സാങ്കേതിക ലോകത്തെ മാറ്റങ്ങളെ അടുത്തറിയാനാണ് ധനുവച്ചപുരത്തെ ക്യാമ്പസിൽ ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ IHRTCയുടെ ആഭിമുഖ്യത്തിലാണ് 2 ദിവസത്തെ ഇഗ്നൈറ്റ് 2K26 ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ചടങ്ങ് പാറശാല MLA CK ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിചയപ്പെടുത്തുക എന്നതായിരുന്നു മേളയുടെ പ്രധാന ലക്ഷ്യം. ഇഗ്നൈറ്റ് 2K26 എന്ന പേരിൽ IHRD അപ്ലൈഡ് സയൻസ് കോളേജ് ധനുവച്ചപുരം നടത്തുന്ന ഈ ടെക് ഫെസ്റ്റിൻ്റെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളിൽ AI-യുമായി ബന്ധപ്പെട്ട അവബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നതാണ്. നെയ്യാറ്റിൻകര താലൂക്കിൽപ്പെട്ട 16 ഹൈസ്കൂളുകൾ ഞങ്ങളുടെ കോളേജ് അധികൃതർ വിസിറ്റ് ചെയ്യുകയും അതിൽ നിന്നും 738 കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് AI ബേസ്ഡ് ആയിട്ടുള്ള പ്രാഥമിക മത്സരം നടത്തുകയും അതിൽ വിജയികളായ 16 കുട്ടികളെ ഈ ടെക് ഫെസ്റ്റിൻ്റെ ഭാഗമായി കോളേജിൽ കൊണ്ടുവരികയും പൊതുസമൂഹത്തിൽ പുതിയ തലമുറയുടെ വക്താക്കളായി മാറേണ്ട, ഭാവി തലമുറയുടെ വക്താക്കളായി മാറേണ്ട ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ AI-യെ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ടെക് ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയ വിജയമായി ഞങ്ങൾ കാണുന്നത്. താലൂക്കിലെ 16 ഹൈസ്കൂളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 738 വിദ്യാർത്ഥികളിൽ നിന്നും പരീക്ഷയിലൂടെ വിജയിച്ച 121 പ്രതിഭകളാണ് ഫെസ്റ്റിൽ പങ്കെടുത്തത്. AI ഡിബേറ്റ്, AI ക്വിസ്, പോസ്റ്റർ ഡിസൈനിങ്, റോബോട്ടിക് വർക്ക്ഷോപ്പ് എന്നിവയിലൂടെ സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകളാണ് ക്യാമ്പസിൽ ഒരുക്കിയിരുന്നത്. സത്യം പറഞ്ഞ ഈ ഒരു ടെക് ഫെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം ഒരു ഉത്സവമായിരുന്നു. നമ്മൾ അത്ര എൻജോയ് ചെയ്തു. പല കാര്യങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൊടുത്ത പല കാര്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ ഇത് നമുക്ക് ഉറപ്പായിട്ട് സമൂഹത്തിൽ എത്തിച്ചേർന്ന് ഇതിനെപ്പറ്റി നമുക്ക് നല്ലപോലെ അവർക്കൊരു അവയർനെസ്സും അവർക്ക് AI ടൂൾസിനെ പറ്റി AI വർക്ക്ഷോപ്സിനെ പറ്റി നമുക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ ഉറപ്പായിട്ടും സാധിച്ചിട്ടുണ്ട്. വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പ്രൊജക്ടുകളും മേളയുടെ പ്രധാന ആകർഷണമായി മാറി. കൂടാതെ AI മേഖലയിലെ വിവിധ സംരംഭകർ ഒരുക്കിയ സ്റ്റോളുകൾ സന്ദർശകർക്ക് വേറിട്ടൊരു അനുഭവമായി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.